വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടവർക്കായി നിർമ്മിച്ച ടൗൺഷിപ്പിന്റെ ഉദ്ഘാടന വേദി നിർഭാഗ്യവശാൽ സാക്ഷ്യം വഹിച്ചത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായ രാഷ്ട്രീയ നാടകങ്ങൾക്കാണ്. ദുരന്തബാധിതരുടെ പുനരധിവാസം ആഘോഷമാക്കേണ്ട ചടങ്ങിൽ വയനാടിന്റെ സ്വന്തം ജനപ്രതിനിധി ടി സിദ്ദിഖ് MLAക്ക് നേരെയുണ്ടായ കൂകിവിളികൾ സാംസ്കാരിക കേരളത്തിന് തന്നെ അപമാനമായി മാറിയിരിക്കുകയാണ്. എന്നാൽ ഈ കൂവലുകൾക്ക് പിന്നിൽ CPMന്റെ ആസൂത്രിതമായ തിരക്കഥയാണെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ദുരന്തബാധിതർ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. ഉദ്ഘാടന ചടങ്ങിനിടെ ചീഫ് സെക്രട്ടറി MLAയുടെ പേര് പരാമർശിച്ചപ്പോഴും അദ്ദേഹം പ്രസംഗിക്കാനായി വേദിയിലേക്ക് എത്തിയപ്പോഴും ഒരു വിഭാഗം ആളുകൾ ബോധപൂർവം പ്രതിഷേധം ഉയർത്തുകയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിലേക്ക് എത്തിയപ്പോൾ നിറഞ്ഞ കയ്യടികളോടെ സ്വീകരിച്ചവർ അതേ വേദിയിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധിയെ അവഹേളിക്കാൻ ശ്രമിച്ചത് സർക്കാരിന്റെ PR ഏജൻസികൾ തയ്യാറാക്കിയ തിരക്കഥയുടെ ഭാഗമാണെന്ന ആരോപണം ശരിവയ്ക്കുന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ടൗൺഷിപ്പ് നിർമ്മാണം എന്ന സർക്കാരിന്റെ ഉത്തരവാദിത്തത്തെ പോലും രാഷ്ട്രീയവൽക്കരിക്കാനുള്ള CPMന്റെ നീക്കമാണ് ഇതിലൂടെ പുറത്തുവരുന്നത്. ദുരന്തം നടന്ന അന്ന് രാത്രി മുതൽ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി രക്ഷാപ്രവർത്തനത്തിനും പുനരധിവാസത്തിനും മുന്നിൽ നിന്ന നേതാവാണ് ടി സിദ്ദിഖ്. സർക്കാരിന്റെ ഔദ്യോഗിക ചടങ്ങിനെ കേവലം ഒരു പാർട്ടി പരിപാടിയാക്കി മാറ്റാനും പ്രതിപക്ഷ MLAയെ ജനമധ്യത്തിൽ തരം താഴ്ത്താനുമുള്ള CPMന്റെ നെറികെട്ട നാടകം അതിജീവിതർക്കിടയിൽ തന്നെ വലിയ അമർഷത്തിന് കാരണമായിട്ടുണ്ട്. ടി സിദ്ദിഖിനെതിരെ ഉണ്ടായ പ്രതിഷേധം ദുരന്തബാധിതർ തന്നെയാണ് നടത്തിയതെന്നായിരുന്നു CPMന്റെ വാദം. എന്നാൽ ദുരന്തബാധിതർ ആരും കൂവിയിട്ടില്ലെന്നും അവരെല്ലാം കൈയടിക്കുകയാണ് ചെയ്തതെന്നും ജനങ്ങൾ തന്നെ ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. 50ലധികം വീടുകൾ ഇതിനോടകം തന്നെ MLA ദുരന്തബാധിതർക്കായി സമർപ്പിച്ചു കഴിഞ്ഞതാണ്. സർക്കാരിനോട് ചേർന്ന് നിന്ന് തന്നെയാണ് ഇതുവരെയും MLA ദുരന്തബാധിതർക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളത്. എന്നിട്ടും വളരെ അപലപനീയമായ ചെയ്തിയാണ് CPMന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ദുരന്തബാധിതരുടെ പ്രതികരണം കൂടി വാർത്തയോടൊപ്പം ചേർക്കുന്നു. ആ വീഡിയോ ഇട്ടിട്ടുണ്ട്. വളരെ സന്തോഷം, നല്ല സന്തോഷകരമായ നിമിഷമാണ്. പക്ഷെ അതിന്റെ ഇടയിൽ കൂടെ ഞങ്ങൾക്ക് ദുഃഖകരമായിട്ടൊരു നിമിഷം കൂടി വന്നു. അത് പറയാതെ വയ്യ. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് സംസാരിക്കുന്നത്. ഞങ്ങളെ MLA ആണ് സിദ്ദിഖ് MLA. ആ ദുരന്തം അനുഭവിച്ച അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങളെ ചേർത്ത് പിടിച്ചൊരു MLA ആണ്. പക്ഷെ ഒരു പറ്റ ആളുകൾ ഇത് കൂവാനായിട്ട് വന്നതാണോ എന്ന് ബലമായൊരു സംശയമുണ്ട്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. എന്താ വെച്ചാൽ ഇത് വലിയൊരു പരിപാടിയാണ് നടക്കുന്നത്. ആ MLAനെ അപമാനിച്ചതിൽ ഞങ്ങൾക്ക് നല്ല പ്രതിഷേധമുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. ഞങ്ങളെ ദുരന്തബാധിതരല്ല ചെയ്തത്, പുറത്തു വന്ന ആൾക്കാർ. അപ്പൊ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു ഇതായിരുന്നു. എന്റെ പേര് ഷെമീറ.